അത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളുടെ പേരിലേക്ക് ആരും സ്വത്തും പണവും ഒന്നും ദാനം ചെയ്യാൻ പോകുന്നില്ല. നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ മോളെ. അച്ഛൻ ആരാണെന്ന് അറിയണമെന്നുള്ള നിന്റെ ആവശ്യത്തിന് വഴങ്ങിയത് അത് നിന്റെ അവകാശമാണല്ലോ എന്ന് ഓർത്തിട്ടാ. സ്വയം വെളിപ്പെടുത്താതെ അച്ഛനോടൊപ്പം താമസിക്കണമെന്ന് നീ പറഞ്ഞപ്പോ വലിയൊരു കരച്ചിലുള്ളിൽ അടക്കി പിടിച്ചിട്ടാ നിന്നെ ഞാൻ യാത്രയാക്കിയത്. സ്വന്തം അച്ഛന്റെ സാമീപ്യത്തിന് വേണ്ടി ഒരു അനാഥയെ പോലെ ആ വീട്ടിൽ കഴിയുന്ന എന്റെ മകളെ ഓർത്ത്, നിനക്ക് ആ അവസ്ഥ വരുത്തിയ എന്റെ ഗതികേട് ഓർത്ത് ഒരുപാട് രാത്രികൾ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. പക്ഷേ അത് ആ മനുഷ്യന്റെ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കുമായിരുന്നു. എന്താ അമലയുടെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? കാണണം എനിക്കെന്റെ കുഞ്ഞിനെ. മറ്റൊരാൾ പറഞ്ഞ് അതിന്റെ വിവരം അറിയാതെ എനിക്ക് നേരിട്ട് കാണണം എന്റെ പേരക്കുട്ടിയെ. മഹേഷ്, അവളുടെ കാല് പിടിക്കാൻ ഞാൻ അവളുടെ ഭാഗത്തെ ശരിയും എന്റെ ഭാഗത്തെ തെറ്റും ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാം. ഒരു തവണയെങ്കിലും എന്റെ മുന്നിലേക്ക് കുഞ്ഞിനെ ഒന്ന് എടുത്തുകൊണ്ട് വാ. അല്ലെങ്കിൽ വേണ്ട, ഞാനങ്ങോട്ട്. അമ്മ എന്തായാലും അമലയ്ക്ക് മുമ്പിൽ എത്തണ്ട. ഞാനൊന്ന് അവളെ അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ നോക്കട്ടെ. കുഞ്ഞു കുറച്ചുകൂടി വളർന്നിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാനിരിക്കുകയായിരുന്നു മഹേഷ്. അതിനു മുമ്പ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ?